അതെ, എൻ്റെ ഉപ്പാൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അന്ന് ഞാൻ 3-ാം ക്ലാസ്സിൽ, എൻ്റെ വലിയ ആങ്ങള 5-ലും. ആ ഒരു സമയത്താണ് എൻ്റെ ഉപ്പ 15 ദിവസത്തിന് 15 ദിവസമായിക്കണ് സൗദി അറേബ്യയിൽ നിന്നൊന്നും വന്നിട്ട്. ആ ഒരു സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളെ ലൈഫ് നല്ല രീതിയിൽ പോവുമായിരുന്നു, വലിയൊരു കടം കാര്യമൊന്നുമില്ലാതെ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, നോക്ക് എൻ്റെ കൈ എന്തോ പൊന്താത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പം തന്നെ ഉമ്മ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ നോക്കിക്കാണ്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പൊയ്ക്കോളൂ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉപ്പ പോവുകയും ചെയ്ത്. പിറ്റേന്ന് രാവിലെ ആയപ്പോക്കിന് എൻ്റെ ഉപ്പാൻ്റെ ഒരു ഭാഗം ഒന്നാകെ തളർന്നു പോയി. അതും വലത് ഭാഗമാണ് കേട്ടോ. അതും വലത് ഭാഗമാണ് എൻ്റെ ഉപ്പാൻ്റെ കുഴഞ്ഞു പോയത്. എൻ്റെ ഉമ്മ, ഞങ്ങളൊക്കെ ചെറിയ മക്കളാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ ഉമ്മ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് എൻ്റെ അമ്മോനക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് വയലത്തൂർ തങ്ങപ്പാപ്പാൻ്റെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞത്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ, ഇങ്ങനെ കുഴഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു സമയം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, മരുന്ന് എഴുതി തന്നു. അങ്ങനെ അത് നമ്മളെ ചുറ്റുവട്ടത്തുള്ളൊരു ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വയലത്തൂർ തങ്ങളടുത്ത് കൊണ്ടുപോയി. അപ്പം എൻ്റെ ഉപ്പാക്ക് തീരെ നടക്കാനൊന്നും വയ്യ, എടുത്ത് കൊണ്ടുപോകണ പോലെയാണ് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ എത്തി അവിടുന്ന് അവർ പറഞ്ഞു, അവിടെ ഒരു ടേബിളുണ്ട്, അതാണ്ട് പൊന്തിച്ച് എൻ്റെ ഉപ്പ. അപ്പം തന്നെ കുറച്ചൊരു ആശ്വാസം എൻ്റെ ഉപ്പാക്ക് വന്നു തുടങ്ങി. പിന്നെ നിങ്ങൾ പൊയ്ക്കോളി, ഇനി ബാക്കി നമ്മൾ റെഡിയാക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഉപ്പ അന്ന് മഹദിൽ സ്വലാത്ത് ഉണ്ടായിരുന്നു. ആ സ്വലാത്തിലൊക്കെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്ത്. അങ്ങനെ ആ സ്വലാത്തും കഴിഞ്ഞ് വന്ന് എൻ്റെ ഉപ്പ കിടന്ന സമയത്ത് CM വലിയുള്ളതാണോന്ന് അറിയില്ല, ഒരു പിന്നെ വയലത്തൂർ തങ്ങൾ പാപ്പയും പിന്നെ വേറെ ഏതൊക്കെ ആൾക്കാർ വന്ന് എൻ്റെ ഉപ്പാനെ ഓപ്പറേഷൻ ചെയ്യുന്നതായിട്ട് എൻ്റെ ഉപ്പ സ്വപ്നം കണ്ടു. അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ ഉപ്പ എന്തോ മുഴുവനാവണ മുന്നേ എൻ്റെ ഉപ്പ നെട്ടിണീറ്റ്. അതുകൊണ്ട് തന്നെ 90% അങ്ങനെയൊക്കെ റെഡിയായി കിട്ടി എൻ്റെ ഉപ്പ. അതിന് ശേഷം പിന്നെ നടക്കലും, പക്ഷേ വലത്തെ കൈയിന് വലിയ ഇതില്ല എന്നുള്ളൂ, നടക്കാനും എന്നാലും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ തങ്ങപ്പാപ്പാൻ്റെ അടുത്തേക്ക് എടുത്ത് കൊണ്ടുപോയ എൻ്റെ ഉപ്പ പിന്നെ നടക്കാനും ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ തുടങ്ങി. അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോൾ അവർ ഹയാത്തിലില്ല, എന്നാലും എൻ്റെ ഉപ്പാക്ക് എന്തെങ്കിലും കൂടുതലാവുമ്പോഴും ഒക്കെ ഞങ്ങൾ അവിടെ മക്കബറയിൽ അവിടെ പോയ ഹാസീനും ഫാത്തിയും ഒക്കെ അങ്ങോട്ടത്തേക്ക് ഓതി ഹദിയ ചെയ്യാറുണ്ട്. ആ ഒരു അത്ഭുതം നമുക്ക് എന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷ സമാധാനം വലുത് തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.